പോകുന്നത് ചതുർശൃംഗി അല്ലേ? ചതുർശൃംഗി അല്ലേ? ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗെദർ. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു അമ്പലത്തിലാണ്, ചതുർശൃംഗി ടെമ്പിൾ. അതായത് ഒരു ഗണപതിയുടെ അമ്പലമാണ്. അവിടെ അടുത്തൊരു മാളുണ്ട്, ഒരു പവലിയൻ മാൾ എന്ന് പറഞ്ഞിട്ട്. നമുക്കവിടെ പോയാലോ? ലെറ്റ്സ് ഗോ. ഭുജി ഓൺ ദ വേ. അല്ല, ഭുജി ആലു ഭുജി അല്ല, ആലു ഭുജി അല്ല, മറ്റേ പഠിപ്പി ഭുജിയില്ലേ? അമ്പലം ഷോപ്പിംഗ് മാളും ഒരുമിച്ചാന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത്ഭുതമൊന്നും തോന്നില്ല അല്ലേ? പക്ഷെ അമ്പലം ഒരു മലമുകളിലാണെങ്കിലോ? ചതുർശൃംഗി, ചതുർ എന്ന് വെച്ചാൽ 4 എന്നും ശൃംഗി എന്ന് പറഞ്ഞാൽ കൊടുമുടികളുമാണ് കേട്ടോ. ഈ അമ്പലം 4 കൊടുമുടികളുള്ള മലയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ചതുർശൃംഗി എന്ന് പേര് വന്നത്. ഇതാണ് അമ്പലം. ആദ്യം കുറച്ച് പടികൾ കയറുമ്പോൾ നമുക്ക് ഗണപതിയുടെ അമ്പലത്തിൽ എത്തും കേട്ടോ. ഇതാണ് ഗണപതിയുടെ അമ്പലം. കുറച്ചുകൂടിയും പടികൾ കയറിയാൽ ദേവിയുടെ അമ്പലത്തും. കുറച്ചധികം പടികളുണ്ട്, 100-ലധികം പടികളുണ്ട് കേട്ടോ. ഈ അമ്പലത്തിന് ഒരു ചെറിയ ഹിസ്റ്ററി കൂടി ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പേഷ്വ ഭരണകാലത്ത് പൂനെയിൽ ഒരു സമ്പന്ന വ്യാപാരി ഉണ്ടായിരുന്നു. ആള് ദേവി സപ്തശൃംഗിയുടെ വലിയൊരു ഭക്തനായിരുന്നു. നാസിക്കിലുള്ള ദേവീനെ കാണാൻ എന്നും ആൾ ഇത്രയും ദൂരം പോയിരുന്നു പൂജ ചെയ്യാനൊക്കെ വേണ്ടി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആകെ വയസ്സായി. പിന്നെ ദൂരയാത്രയും ചെയ്യാൻ പറ്റാതെ ദേവി ഒരു നോക്ക് കാണാൻ ആൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ദേവി സ്വപ്നത്തിൽ ദർശനം നൽകിയത്. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എന്നെ കാണാൻ ദൂരയാത്ര ചെയ്യേണ്ടതില്ല, ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. പൂനെയിൽ മലമുകളിൽ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് പൂനെയിൽ എല്ലാ മലകളിലും തിരയാൻ തുടങ്ങി. അവസാനം സേനാപതി ബാബത്ത് റോഡിലുള്ള ഒരു മലയിലാണ് ദേവിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അവിടെ തന്നെ ദേവിയുടെ അമ്പലവും പണിതു കൊടുത്തു. അതാണ് നമ്മൾ ഈ കാണുന്ന അമ്പലം. അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇത്രയും തിരക്കുണ്ട്, ഒരു ട്രാഫിക്കും ബഹളോ ഒന്നും അവിടെ കേൾക്കില്ല കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് അവിടെ അമ്പലത്തിൽ. താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അറിയോ ഇത്രയും ട്രാഫിക്കും ബഹളമൊക്കെ ഉണ്ട് അല്ലേ എന്നുള്ളത്. അമ്പലം വിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്കാണ് എത്തിയത്. നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഈ മാളിൻ്റെ പേര് പവലിയൻ എന്നാണ് കേട്ടോ. ഇത് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇവിടെ താമരയുടെയും ശംഖിൻ്റെ ഒക്കെ നല്ല നല്ല ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതൊക്കെയാണ് കേട്ടോ. നല്ല അതിൻ്റെ ഒരു ഷോ തന്നെ ഉണ്ടായിരുന്നു. ഒന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അങ്ങനെ? ഞാൻ, അച്ഛനമ്മ ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ എവിടേക്കും പോയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഒരിക്കൽ അച്ഛനും അമ്മയും ഞങ്ങൾ പൂനെക്ക് വിളിക്കുന്നത്. അവരെ സന്തോഷപ്പെടുത്താൻ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. മാളുകളായ മാളിക്ക് അങ്ങനെ ഞങ്ങൾ പോക്കായിരുന്നു. വൈകിട്ട് ഒരു 6 മണിക്ക് ഇറങ്ങിയാൽ മാള് പൂട്ടിച്ചിട്ടേ വരാറുള്ളൂ. വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും കേട്ടോ. അതിൽ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട മാളുകളിൽ ഒരു മാളായിരുന്നു ഇത്. ഡൊറാബ്ജീസിൽ ഒന്ന് കയറിയിട്ടാ. ഡൊറാബ്ജീസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇമ്പോർട്ടഡ് സാധനങ്ങൾ കിട്ടും. ഇമ്പോർട്ടഡ് സാധനങ്ങൾക്ക് കഴിക്കാൻ കൊതിയുള്ളവർക്ക് ഇവിടെ വന്നാൽ എല്ലാം കിട്ടും കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശന്ന് വലഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബർഗറും ഫ്രൈസും ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു. നല്ല അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ പവലിയൻ മോളായാലും നിങ്ങൾ അമ്പലമൊക്കെ കണ്ടില്ലേ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. ഇവിടെയാണ് കോപ്പ മാൾ. അടുത്ത ആഴ്ച നമുക്ക് വരാം. ലക്ഷറി മാളാണ്, പക്ഷെ എൻ്റെ പേര് കോപ്പ എന്ന്.